എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ലോറോപെറ്റാലം. ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ഈ ലോറോപെറ്റാലം. ലോറോപെറ്റാലം വളർത്താൻ വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളത് നട്ടതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ടി വരത്തില്ല. കാരണം അതിൻ്റെ പിറകെ നടന്ന് പരിചരിക്കേണ്ട ഒരു ആവശ്യവും അതിനില്ല. വളരെ മനോഹരമായ പൂക്കളാണ് ഇതിനുള്ളത്. വെള്ള കളറിൽ, പിങ്ക്, ക്രീമി വൈറ്റ്, റെഡിഷ് ആയിട്ടുള്ളൊരു പർപ്പിൾ കളറിലുള്ള പൂക്കളാണ് ഇതിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫും വളരെ അട്രാക്റ്റീവാണ്. കാരണം ഇതിൻ്റെ കളർ കണ്ടോ, ഒരു പർപ്പിൾ, ഗ്രീൻ അല്ല, ഒരു പർപ്പിൾ ആയിട്ടുള്ള ഒരു ലീഫാണ്. ഈ ലീഫ് മാത്രം, ഐ മീൻ പൂവില്ലെങ്കിലും ആ ഒരു പ്ലാന്റ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇതിൻ്റെ നേറ്റീവ്സ് ആയിട്ട് കരുതപ്പെടുന്നത്. ലോറോപെറ്റാലം ഏകദേശം വിച്ച് ഹേസൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് ഒരു സ്ട്രാപ്പ് പോലെയാണ്, ഒരു ഫ്രിഞ്ച് പോലെ, ഒരു എന്താ പറയുക, കൂട്ടത്തോടെ സ്ട്രാപ്പ് പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റിൽ അതില്ല. ഞാനൊരു ഫോട്ടോ മുകളിൽ കൊടുത്തേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വിൻ്ററൊക്കെ കഴിഞ്ഞ് ഒരു സ്പ്രിങ് ടൈമിലാണിത് പൂക്കുന്നത്. പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റിൽ. പക്ഷേ അതൊക്കെ ഒരു കഴിഞ്ഞിട്ടുണ്ട്. ഈ മഴ സമയത്തൊന്നും ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. നല്ല മനോഹരമാണ്. പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈ പൂവ് മാത്രമല്ല, ഈ ഇലയാണെങ്കിലും ഇതിനെ കാണാനുണ്ട്. ഇതിൻ്റെ ഇലകളാണെങ്കിലും കൂട്ടത്തോടെ നിൽക്കുന്നത്. ഈ പ്ലാന്റ് നിൽക്കുന്നതാണ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു മറ്റുള്ള പ്ലാന്റ്സിൽ നിന്ന് ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും ഇതുപോലത്തെ ഒരു പ്ലാന്റ് വീട്ടിൽ ഗാർഡനിൽ മേടിച്ച് വെക്കണമെന്നുള്ള ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, നമ്മൾ ക്യാമറയിലൊന്നും ഒപ്പിയെടുക്കുന്ന പോലെയല്ല, വല്ലാത്തൊരു ഭംഗിയുള്ള ഒരു ചെടിയാണ് ലോറോപെറ്റാലം എന്ന് പറയുന്നത്. ഇപ്പം മിക്ക നഴ്സറികളിലും ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മിക്ക നഴ്സറികളിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. ചെറിയൊരു ഇത് ഒരെണ്ണം മേടിക്കുന്നതിന് 50 രൂപ ആ ഒരു റേഞ്ചിൽ വരുള്ളൂ. നമ്മൾ എന്നിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് പിറകെ നടന്ന് മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട പ്ലാന്റൊന്നുമല്ല. സാധാരണ രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ സൺലൈറ്റ് വേണം കേട്ടോ. നല്ല സൺലൈറ്റോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള സൺലൈറ്റോ അതിന് വേണം. അതുപോലെ തന്നെ ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് നല്ല രീതിയിൽ വെള്ളം പോകുന്ന മണ്ണും ഒരു അസിഡിക്ക് തൊട്ട് ന്യൂട്രൽ വരെയുള്ള മണ്ണിൻ്റെ ഒരു സോയിൽ ടൈപ്പ് pH ഒക്കെ ഉള്ള മണ്ണിലും ഇത് സർവൈവ് ചെയ്യും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വരൾച്ചയാണെങ്കിലും അത്യാവശ്യം ഒരു ഇടത്തരം വരെ എന്ത് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. വേനൽ സമയത്തൊക്കെ നശിച്ചു പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. മഴയത്താണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാതെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും. നിലത്ത് നിർത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ സാധാരണ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമപ്പ്, പിങ്ക്, പർപ്പിൾ, വൈറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം ഒരു പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്, ഒരു ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിലുള്ള ഫ്ലവർ. ഏകദേശം 6 തൊട്ടൊരു 15 അടി വരെ പൊക്കം വെക്കാറുണ്ട്. ഒരു ചെറുമരമായിട്ട് ചിലയിടത്ത് വളരാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിച്ചെടിയായിട്ടും നമുക്ക് കട്ട് ചെയ്ത് നിർത്താവുന്നതാണ്. വലിയ രീതിയിൽ പ്രൂണിംഗ് ഒന്നും ആവശ്യമുള്ളതൊന്നുമല്ല. ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതല്ല, ഒരു വിടർന്ന് നിൽക്കുന്ന ടൈപ്പാണ്. ഒരു വൈഡറായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണത്. പിന്നെ സാധാരണ നമുക്ക് ഈ ബോർഡർ പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബോർഡറായിട്ടൊക്കെ നമുക്ക് ഈ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ നിർത്താനൊക്കെ ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ്സ് തന്നെയാണ്. നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് കട്ടിങ്സിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ രീതിയിൽ ഒരെണ്ണം നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കുറച്ച് സെറ്റ് ഓഫ് ഇലകളൊക്കെ നമ്മളെടുത്തങ്ങ് കളയാം. എന്നിട്ട് എന്ത് ചെയ്യുക, സാധാരണ രീതിയിലൊന്നിൽ ചകിരിച്ചോറും സാധാരണ രീതിയിൽ അധികം കട്ടകളൊന്നും ഇല്ലാത്ത മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സൺലൈറ്റ് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് പൂത്തൊന്നും വരത്തില്ല. സ്പ്രിങ് ടൈമിലാണെങ്കിലും നന്നായിട്ട് പൂത്തൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നൊരു സ്ഥലം നോക്കി വേണം നമ്മൾ കൊണ്ടുവെക്കാനായിട്ട്. പിന്നെ നിങ്ങളുടെ മണ്ണുണ്ടല്ലോ, നിങ്ങളുടെ മണ്ണിൻ്റെ ടൈപ്പ് ഏകദേശം ഒരുപാട് ആൽക്കലൈൻ ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ pH കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഒരു 8-9 ഉള്ള ടൈപ്പ് ഓഫ് മണ്ണാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ മഞ്ഞയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഭംഗിയൊക്കെ ഒന്ന് പോയിട്ട് മഞ്ഞ കളറാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ അത്യാവശ്യം കുറച്ച് വെള്ളം, ഒരു ചെറിയൊരു മോയ്സ്റ്റ് നിലനിർത്തണമെന്നേ ഉള്ളൂ. അത്യാവശ്യം വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഒക്കെ ആയിട്ട് അതൊന്ന് ചെറുതായിട്ട് കരിഞ്ഞ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും.
ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വളർന്ന് നല്ല രീതിയിൽ പോയിട്ട് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്ലാന്റ് തന്നെയാണ്. ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ്. നിങ്ങൾ ഒരെണ്ണം മേടിച്ച് വെക്കണം. ഒരു കാരണവശാലും അത് ഒരു നഷ്ടമാകത്തില്ല. അത്രയും മനോഹരമായിട്ടുള്ളതാണ്. പൂത്തില്ലെങ്കിൽ കൂടിയും, ഞാൻ പറഞ്ഞില്ലേ സമ്മറിലാണ് പൂക്കുന്നത്, പക്ഷെ പൂത്തില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ലീഫ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇപ്പം രാവിലെ റെയിനൊക്കെ കഴിഞ്ഞിട്ട് പ്ലാന്റിൽ വന്ന് നോക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാളിങ് ലീവ്സ്, ഇത് വീഴുന്ന ലീവ്സ് വരെ നല്ല റെഡിഷ് കളറായിട്ടാണ് വരുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊരെണ്ണം മേടിച്ച് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.